ഗുഡ് ഈവനിങ്. നിങ്ങൾ എന്തിനാ ഏറ്റവും പുറകെ പോയിരിക്കുന്ന? ഫ്രണ്ടിലോട്ടോ വാ. ഇവിടെ വന്നിരുന്നു. ഇവിടെ ഇരിക്കും. അതെന്താണ് ഏറ്റവും പുറകെ പോയിരിക്കുന്നത്? അവിടെ ഭയങ്കര കംഫർട്ടബിൾ ആണല്ലേ? ആ ആഹാ, നമുക്ക് നോക്കാലോ എവിടെ നിന്നല്ല നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാൻ. വാ ഫ്രണ്ടിലോട്ടോ. രണ്ടുപേരും വരണം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോണിക് സെക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത് അല്ലേ? കോണിക് സെക്ഷൻസിൽ എന്തിനെയൊക്കെ പറ്റി പഠിച്ചു? പാരബോളയും സർക്കിളിനെയും പറ്റി പഠിച്ചു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ അതില്? ഇല്ല. സർക്കിൾ ഇക്വേഷൻ എന്താ? സ്റ്റാൻഡേർഡ് ഇക്വേഷൻ x minus h the whole square plus y minus k the whole square equal r square. പാരബോളയുടെയോ 4 ഇക്വേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെയാ? y square is equal to 4x. ഇത് എങ്ങനെയായിരിക്കും വരിക? -4x, പിന്നെ x square is equal to 4ay, x square is equal to -4ay. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എലിപ്സിനെ പറ്റിയിട്ടും ഹൈപ്പർബോളയെ പറ്റിയിട്ടുമാണ്. നോക്കിയിട്ടല്ലേ വന്നേക്കുന്നത്, റിവിഷൻ ആണ് കിട്ടുന്നത് അല്ലെ? എന്താണ് എലിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഫോക്കസ് ഉണ്ടാവും. എന്താണ് ഈ ഫോക്കസ് എന്ന് പറയുന്നത്? എന്താ? രണ്ട് ഫിക്സ്ഡ് പോയിന്റ്സ് ആണ് ഈ ഫോക്കസ് എന്ന് പറയുന്നത് അല്ലെ? ഇനി അപ്പോ എലിപ്സിന്റെ ഷേപ്പ് എങ്ങനെയാ? ഇങ്ങനെയാ വരാ അല്ലെ? ഇങ്ങനെയാ വരാ. രണ്ട് പോയിന്റ്സ് ആണ് F1 F2. ഇനി ഈ എലിപ്സിൽ ഏതൊരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് P1 എന്ന് പറഞ്ഞ പോയിന്റ്, ഇതൊരു P2 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ്, ഏത് പോയിന്റ്സ് വേണമെങ്കിലും എടുക്കാം. എന്തായിരിക്കും പ്രത്യേകത? സം ഓഫ് ദി ഡിസ്റ്റൻസ് ഓഫ് എനി പോയിന്റ് ടു ദീസ് ഫോക്കസ് എന്തായിരിക്കും? എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് P1 F1 പ്ലസ് P1 F2 എന്തിനോട് ഈക്വൽ ആയിരിക്കും? P2 F1 പ്ലസ് P2 F2 ഇതിനോട് ഈക്വൽ ആയിരിക്കും. ഇനി എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് ഇതിനകത്ത്? പറ. The line through the focus എന്താ പറയാ? Line through the focus, major axis. Line perpendicular. ഇനി എന്താ? Center of the distance between F1 and F2 എന്താ? സെന്റർ ആണ് അല്ലെ? സോ ഈ ലൈനെയാണ് നമ്മൾ എന്ത് പറയാ? മേജർ ആക്സിസ് എന്ന് പറയാ. ഇനി മേജർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടും സെന്ററിലും കൂടെ പാസ് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ എന്ത് പറയാ? മൈനർ ആക്സിസ് എന്ന് പറയാ അല്ലെ? ഇനി ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ് എന്താ? ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറയുന്നത് is 2a. ലെങ്ത് ഓഫ് മൈനർ ആക്സിസോ? മൈനർ ആക്സിസ് is 2b. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കസ് എന്താ പറയൂ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോസൈ എന്താ? ഇത്രയും ഡിസ്റ്റൻസ് 2c. പിന്നെന്താ നമ്മൾ പഠിച്ച എസെൻട്രിസിറ്റി? എസെൻട്രിസിറ്റി എന്താ? എസെൻട്രിസിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന E ആണ്. E is equal to c/a. പിന്നെന്താ? ലാറ്റസ് റെക്ടം. ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്ടം എന്താ? ഓഫ് ലാറ്റസ് റെക്ടം എന്താ ഇക്വേഷൻ? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്താ? 2b²/v. ഡൽഹിയിൽ പോയിട്ട് എപ്പോ എത്തി? എന്താ അവരെന്താ വൈഷ്ണവി വരുന്നുണ്ടോ? നോട്ട് ചെയ്തേ. ഗുഡ് ഈവനിങ്. എന്താ വെച്ച് ലേറ്റ് ആയ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. ഇനി
ഈ പോയിന്റ്സ് എന്തായിരിക്കും? ഫോക്കസിന്റെ പോയിന്റ്സ് എന്തായിരിക്കും? ഇത് -C0 C0. മതി മതി. ഇവിടെ ശ്രദ്ധിച്ചേ, കോർഡിനേറ്റ്സ് എന്തായിരിക്കും? -C0 C0 ആയിരിക്കും. ഇനി ഇവിടുത്തെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? പറ, ഇവിടുത്തെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? A0. വേർട്ടിസസ് എന്നാ നമ്മൾ ഇതിനെ പറയാ. A0 ഇവിടെയോ -A0. ഇവിടെയോ ഈ രണ്ട് പോയിന്റ്സ് എന്തായിരിക്കും? ഈ രണ്ട് പോയിന്റ്സ് 0 0 C ആണോ B ആണോ? 0B 0 -B. ഇത്രയും കാര്യങ്ങൾ അത് നോട്ട് ചെയ്ത് വെച്ചോ. ഇനി ഇക്വേഷൻ, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എലിപ്സ്. ഈ എലിപ്സിന്റെ ഇക്വേഷൻ എന്താ? പറയൂ. x²/a² + y²/b² = 1. ഇനി ഒരു എലിപ്സും കൂടെ ഉണ്ട്. അതെങ്ങനെയാ? along മേജർ ആക്സിസ് along the y ആക്സിസ്. അതായത് അത് ഇങ്ങനെ വരും അല്ലേ? സോ ഇതിന്റെ ഇക്വേഷൻ എന്താ? x²/b² + y²/a² = 1. ഇനി what is the relationship between a, b and c? a, b, c തമ്മിലുള്ള റിലേഷൻ എന്താ? a² = b² + c². ഇത്രയും കാര്യങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെച്ചേ. ഇത് നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തോ? ചെയ്തു കഴിഞ്ഞോ? ചെയ്യാൻ പോകുന്നു. ചെയ്തു കഴിഞ്ഞോ? കഴിഞ്ഞോ? എല്ലാരും കഴിഞ്ഞോ? വേഗം എഴുത്.
കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ എഴുതിക്കോളാം. If the ellipse x square by 4 plus y square by 1 is equal to 1. If the ellipse x square by 4 plus y square by 1 is equal to 1, meets the ellipse x square by 1 plus y square by a square equal 1. If the ellipse x square by 4 plus y square by 1 is equal to 1, meets the ellipse x square by 1 plus y square by a square equal 1 in four distinct points and a is equal to b square minus 10b plus 25 and a is equal to b square minus 10b plus 25, comma, then the value of b does not satisfy. Then the value of b does not satisfy. Option A, open interval minus infinity 4. Option B, closed interval 4, 6. Option C, open interval 6 infinity. And option D, none of this. കഴിഞ്ഞോ? ചെയ്യുവാണോ? ശരി.
കഴിഞ്ഞോ? കഴിഞ്ഞോ? കഴിഞ്ഞു. ഹെൽപ്പ് വേണോ? ആർക്കെങ്കിലും ആൻസർ കിട്ടുന്നുണ്ടോ? ആൻസർ ഇപ്പൊ കിട്ടും എന്നുള്ള രീതിയിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ല. വേദയ്ക്ക് കിട്ടിയോ? So if the ellipse x square by 4 plus y square by 1 is equal to 1 meets ellipse. So this ellipse meet this ellipse in 4 distinct points and given that a is equal to b square minus 10b plus 25. അല്ലേ? നന്ദനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കേട്ടില്ല. 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 ക്യാം തിരിഞ്ഞിരിക്കുവാണെന്നാണോ പറഞ്ഞത്? ഓക്കെ. ഇനി എയും ബിയും തമ്മിലുള്ള റിലേഷൻ എന്താ? എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അപ്പൊ ഏതായിരിക്കും വലുത്? വലുത് ഏതായിരിക്കും? വലിയ വാല്യൂ എ ആണോ ബി ആണോ? എ ആയിരിക്കും വലുത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇതിനകത്ത് എ ആരാ? 4b. നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്. അപ്പൊ എ ഗ്രേറ്റർ ദാൻ ബി ആണ്. ഇവിടുത്തെ ബി എന്ന് പറയുന്ന 1 അല്ലേ? സോ നമുക്ക് പറയാലോ എ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും എന്ന് പറയാലോ, അല്ലെ? ഇവിടെ നമുക്കറിയാം എ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് 10b പ്ലസ് 25 ആണ്, അല്ലെ? സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ബി സ്ക്വയർ മൈനസ് 10b പ്ലസ് 25 ഗ്രേറ്റർ ദാൻ 1 എന്ന് എഴുതാമല്ലോ. ഇനി 1 ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോസ് ചെയ്യുക. സോ വി വിൽ ഗെറ്റ് ബി സ്ക്വയർ മൈനസ് 10b plus 25 minus 1 is 24 greater than 0. ഇനി ഇതൊന്ന് ഫാക്ടറൈസ് ചെയ്തേ. ബിയുടെ വാല്യൂ കണ്ടുപിടിച്ച്. കേട്ടില്ല. അതായത് ആ എലിപ്സിനെ മീറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഈ രണ്ട് എലിപ്സ് മീറ്റ് ചെയ്യുന്ന 4 പോയിന്റ്സ് ഉണ്ട്. ആ ബി ഗ്രേറ്റർ ദാൻ 4, ബി ഗ്രേറ്റർ ദാൻ 6 അങ്ങനെയാണോ കിട്ടിയേ? എന്താ കിട്ടിയ? ഇത് ഫാക്ടറൈസ് ചെയ്തപ്പോ പ്രൊഡക്റ്റ് 24ഉം സമ്മ് മൈനസ് 10ഉം അല്ലേ? അല്ലേ? നമ്പേഴ്സ് ഏതൊക്കെയാ? -6 -4 അല്ലേ? സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് b minus 6 into b minus 4 greater than 0. That is b minus 6 greater than 0, b minus 4 greater than 0, b greater than 6, b greater than 4. So 4 infinity എന്നല്ലേ കിട്ടുക? ബി എന്താ 4നേക്കാളും വലുതാണ് 6നേക്കാളും വലുതാണ്.
4-നേക്കാളും വലുതാണ് 4-നേക്കാളും വലുതാണ് 6-നേക്കാളും വലുതാണെന്ന് പറഞ്ഞാൽ 4 മുതൽ അങ്ങോട്ടേക്കെന്നല്ലേ മീനിങ്. അപ്പൊ 4 ഇൻഫിനിറ്റി ആണ് വരേണ്ടത്. പക്ഷെ നിങ്ങളുടെ ഇതിനകത്ത് 4 6 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 4 ഇൻഫിനിറ്റി ആണ് വരാം. So none of these are to answer. None of these. Next. Next question. Find the coordinates. Find the coordinates of the foci. Find the coordinates of the foci and eccentricity of the ellipse. നന്ദന കഴിഞ്ഞായിരുന്നോ? നന്ദന കഴിഞ്ഞായിരുന്നോ? Find the coordinates of the foci and eccentricity of the ellipse. നേരെ ഇരുന്നേ ആദർശ്. സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ അല്ലേ? അല്ലായിരുന്നോ? നാളത്തെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് പറയാം നാളത്തെ കാര്യങ്ങളൊക്കെ. അയ്യോ ഇപ്പൊ ഭയങ്കര ധൃതി. ഇപ്പൊ ഭയങ്കര ധൃതി. ഇത്രയും നേരം വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. Find the coordinates of the foci and eccentricity of the ellipse. X square by 25 plus y square by 9 is equal to 1. Find the coordinates of the foci and eccentricity of the ellipse. X square by 25 plus y square by 9 is equal to 1. എല്ലാവർക്കും കിട്ടിയോ? എവിടെ ഗായത്രിയുടെ ആൻസർ? വേഗം ഇത് കിടന്നോ സാരം കിടന്നു. എല്ലാവർക്കും ആൻസർ കിട്ടിയോ? എസെൻട്രിസിറ്റി 4/5 foci plus or minus 4,0. അതിനകത്ത് b greater than 4 b greater than 6 എന്നാ കൊടുത്തേക്കുന്നത്. രണ്ട് എലിപ്സ് മീറ്റ് ചെയ്യുന്നു. 4 പോയിന്റ്സ് പക്ഷെ മുട്ടി. 4 പോയിന്റ്സ് മീറ്റ് ചെയ്യുന്നു. ചിലപ്പോ കോയിൻസൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ
ശരിയാണ്. അല്ല ഇങ്ങനെ മീറ്റ് ചെയ്യാലോ, ഇങ്ങനെ മീറ്റ് ചെയ്യാൻ പാടില്ലേ? അങ്ങനെ മീറ്റ് ചെയ്യാലോ, കാണാൻ പറ്റുന്നുണ്ടോ? രണ്ട് ടൈപ്പ്. ആ അതെ, അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ബി സ്ക്വയർ തിരിഞ്ഞിട്ടല്ലേ വരുന്നത്. ആ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലായി. ഇക്വേഷനിൽ രണ്ടാമത്തെ സെക്കൻഡ് ഫോം ആണ്. രണ്ട് എലിപ്സിന്റെ ഇക്വേഷൻസ് ആണത്. എന്താണ് അതിന്റെ എയുടെയും ബിയുടെയും വാല്യൂ സെയിം ആയിട്ടല്ലേ വരുന്നത്? അതായത് ഈ വണ്ണിനേക്കാളും ഗ്രേറ്റർ ആണെന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെന്നുള്ളൊരു കോൺസെപ്റ്റ് ഇവിടെ കിട്ടണം, അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇത് കിട്ടിയല്ലോ. ആൻസർ ഇത് എങ്ങനെയാ കിട്ടിയ? ഇത് ഏത് ഫോമാ? ഫസ്റ്റ് ഫോം ആണ്. ഫസ്റ്റ് ഫോം എന്തായിരുന്നു? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഓൺ കമ്പയറിംഗ് നമുക്ക് എന്ത് കിട്ടും? എ ഈസ് ഈക്വൽ ടു 5, ബി ഈസ് ഈക്വൽ ടു 3, സി ഈസ് ഈക്വൽ ടു, നമുക്കറിയാവുന്ന റിലേഷൻ എന്താ? എ സ്ക്വയർ ഈക്വൽ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. സി എന്തായിരിക്കും അപ്പോ? റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 9. Sorry, root of a square minus b square, that is 25 minus 9, that is equal to root of 16 which is equal to 4. So c കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടേ? കോർഡിനേറ്റ്സ് ഓഫ് ഫോസൈ വേണം. കോർഡിനേറ്റ്സ് ഓഫ് ഫോസൈ എന്താ? ഫസ്റ്റ് ഫോം ആയതാണ് പ്ലസ് ഓർ മൈനസ് c0, that is equal to plus or minus 40. ഇനി എന്താ വേണ്ട? എസെൻട്രിസിറ്റി. എസെൻട്രിസിറ്റി ഈക്വൽ ടു c by a which is equal to c എന്താ? 4 by 5. This is the answer. Okay. Next question. If the length of the major axis, നന്ദനയ്ക്ക് കിട്ടിയോ? നന്ദന, next question. If the length of the major axis of an ellipse is 17 by 8 times the length of the minor axis. 17 by 8 times the length of the minor axis. 17 by 8 times the length of the minor axis, comma. Then the eccentricity of the ellipse is dash. കണ്ടുപിടിച്ചോളൂ. Then the eccentricity of the ellipse is dash. ആലോചിച്ചോക്ക്.
17 square 289. 289. ഇതിന്റെ ആൻസർ ഒന്ന് വായിച്ച്. ഒന്നും എഴുതിയിട്ടില്ല അല്ലേ? ആൻസർ കിട്ടിയോ? ഓപ്ഷൻസ് ഞാൻ തരാം. അല്ല, നിങ്ങളത് റാൻഡംലി വെറുതെ പിക്ക് ചെയ്യും, അതുകൊണ്ടാണ് തരാത്തത്. 8/17, 15/17, 9/17, 2√2/17. ഇതിലൊരെണ്ണായിരിക്കും ആൻസർ. ആ, അങ്ങനത്തെ ആൻസർ വേണം. 8/17, 5/17, സോറി 15/17, 9/17, 2√2/17. 8/17, 15/17, 9/17, 2√2/17. കിട്ടിയോ? എങ്ങനെ കിട്ടി ബുക്കാണ്? കിട്ടിയോ?
കഴിഞ്ഞോ? കിട്ടിയോ നന്ദന ആൻസർ? നന്ദന കിട്ടിയോ? സോ ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് ദ ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ് ഓഫ് an ellipse, length of major axis is 17/8 times the length of minor axis. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എസെൻട്രിസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്താ? What is the length of major axis? 2a. 2a is equal to 17/8 into length of minor axis 2b. 2 cancel ചെയ്യാം. So a by b is equal to 17/8. നമുക്ക് എസെൻട്രിസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് c/a ആണ് അല്ലെ? അപ്പൊ c ഉണ്ടോ നമ്മുടെ കയ്യില്? ഇല്ല. ആകെയുള്ളത് a by b ആണ്. ഇല്ല, അങ്ങനെ എടുക്കാൻ പറ്റില്ല. നമുക്ക് നോക്കാം. 1 minus b by a എന്താ? b square by a square എന്താ? a square minus b square by a square അല്ലേ? അല്ലേ? a square minus b square എന്നത് c square അല്ലേ? c square by a square. നോക്കാം. നമ്മുടെ ഉള്ളത് a by b ആണ്. നമ്മുടെ ഉള്ളത് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് c by a കണ്ടുപിടിക്കണം. സോ ഞാൻ ഇങ്ങനെ എഴുതാണ്. ഇതിന്റെ റെസിപ്രോക്കൽ എടുത്ത് സ്ക്വയർ ചെയ്യണം. 1 മൈനസ് ഗായത്രി എണീറ്റ് അവിടെ നിന്ന് അതിന് സംസാരിക്കണോ? അപ്പൊ ഇവിടെ ഞാൻ എന്തിനാ പറയണേ? വെയിറ്റ്. അപ്പൊ എന്റെ ഇത് ഈ a by b ആണുള്ളത്. ഈ a by b യൂസ് ചെയ്തിട്ട് ഞാൻ c by a കണ്ടുപിടിക്കണം. അപ്പൊ 1 മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ അല്ലേ? ഇനി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ അല്ലേ? അപ്പൊ സി സ്ക്വയർ ബൈ എ സ്ക്വയർ അല്ലേ? നമുക്ക് വേണ്ടത് സി ബൈ എ അല്ലേ? അപ്പൊ റൂട്ട് എടുത്താൽ എസെൻട്രിസിറ്റി ആവില്ലേ? ആവില്ലേ? ആ നിങ്ങൾക്ക് വേണമെങ്കിൽ a is equal to 17k, b is equal to 8k എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാം. അത് നിങ്ങൾ ചെയ്തിരിക്കുന്ന മെത്തേഡൊക്കെ യൂസ് ചെയ്ത് ചെയ്യാം. ഇതാണ് കുറച്ചും കൂടെ എളുപ്പം അതിനേക്കാളും. അപ്പോ എങ്ങനെ ചെയ്യാം? സോ e is equal to root of 1 minus 8/17 square. That is root of 1 minus 8 square എന്ന് പറയുന്നത് 64/289, which is equal to root of 289 minus 64/289, which is equal to എന്ത് വരും? 522/289. root of 225 എന്ന് പറഞ്ഞാൽ 15 ആണ്. 15/17. This is the answer. നോട്ട് ഈ മെത്തേഡോടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എസെൻട്രിസിറ്റിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. root of 1 minus b square by a square. കേട്ടും ചെയ്യാം. പക്ഷെ ഇത് നിങ്ങൾ ഓർക്കാൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കേട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അധികം സ്റ്റെപ്സ് വരുന്നില്ലേ? ആ ഇക്വേഷൻ അത് സോൾവ് ചെയ്യുമ്പോഴും നമുക്ക് എസെൻട്രിസിറ്റിയുടെ ഇക്വേഷൻ തന്നെയല്ലേ കിട്ടുന്നത്? അതും എസെൻട്രിസിറ്റിയുടെ ഇക്വേഷൻ തന്നെയാണ്. അത് നിങ്ങൾക്ക് അതും എഴുതാം. ഇക്വേഷൻ ആണ് എസെൻട്രിസിറ്റിയുടെ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ സി ബൈ എ ആണ് പറയുന്നതെന്നേ ഉള്ളൂ. കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തോ? റേഷ്യോ അല്ലേ? a by b equal to 17/8 ആണ്. ഇപ്പൊ നമുക്ക് റേഷ്യോ ആകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കോമൺ ഫാക്ടേഴ്സ് ഒക്കെ ക്യാൻസൽ ചെയ്തിട്ടാ. ഇപ്പൊ നമുക്ക് സപ്പോസ് a എന്ന് പറയുന്നത് 2 ആണ്, അല്ല a എന്ന് പറയുന്നത് 4 ആണ്, അല്ല വേണ്ട, a എന്ന് പറയുന്നത് 16 ആണ്, b എന്ന് പറയുന്നത് 8 ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ 10 ആണെന്ന് വിചാരിച്ചോ. അപ്പൊ a by b എന്താ?
16/10 ക്യാൻസൽ ചെയ്യുമ്പോൾ എനിക്ക് 8/5 എന്ന് കിട്ടും. അപ്പൊ a is equal to 8 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, അത് റേഷ്യോ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി ഫോസൈ. Coordinates of the foci of 9x square minus 16y square equal to 144 r. Coordinates of foci of 9x square minus 16y square equal to 144 r. കണ്ടുപിടിച്ചേ coordinates of foci. ആ 144. ഇക്വേഷൻ ആണോ? 9x square minus 16y square equal to 144. ആ 144 r. കോർഡിനേറ്റ്സ് ആരൊക്കെയാണെന്ന് r ഡാഷ് കണ്ടുപിടിക്കണം. കോർഡിനേറ്റ്സ് ഓഫ് ഫോസൈ. പ്ലസ് ഓർ മൈനസ് √7 ആ കോർഡിനേറ്റ്സ് ഓഫ് സി ആ? അല്ല അല്ല, ആ 12 ആ? ഇത് ഹൈപ്പർബോളയാണ്. ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എന്താ? ഇക്വേഷൻ ഹൈപ്പർബോള എങ്ങനെ? എത്ര ഹൈപ്പർബോള ഫോംസ് ഉണ്ട്? ഒരെണ്ണം ഇങ്ങനെ, അടുത്തത് ഒരെണ്ണം ഇങ്ങനെ. ഇതിന്റെ ഇക്വേഷൻ എന്താ? പറഞ്ഞേ ഇക്വേഷൻ പറ. x square by equal to 1. ഇവിടുത്തെ ഇക്വേഷൻ എന്താ? y square by ഇവിടുത്തെ ഇക്വേഷൻ എന്താ? ന്യൂമറേറ്റേഴ്സ് അല്ലേ നമ്മൾ ചേഞ്ച് ചെയ്യുന്നേ? y square by a square minus x square by b square equal to 1. ഒന്നും കഴിക്കാനാണോ പോകുന്നത്? ഹൈപ്പർബോളയുടെ ക്വസ്റ്റ്യൻസ് തരട്ടെ? ചെയ്യോ? ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയോ? അല്ല,
അത് ഹൈപ്പർബോളയാണ് കേട്ടോ. എന്ത് വൈഷ്ണവ ഡൗട്ട് ഉണ്ടോ? a square plus b square. കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തോ? ഒന്ന് ബോർഡിൽ ചെയ്തേ. കിട്ടിയോ എല്ലാവർക്കും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the equation for the ellipse. Find the equation for the ellipse that satisfies the given condition. Find the equation for the ellipse that satisfies the given condition. Major axis on the x-axis. Major axis on the x-axis and passes through the points 2, 1 and 3, 2. 2, 1 and 3, 2. Find the equation for the ellipse that satisfies the given condition. Major axis on the x-axis and passes through the points 2, 1 and 3, 2. 2, 1 and 3, 2. Oral pair 3, 2. ചെയ്തോളൂ.
കഴിഞ്ഞോ? ആൻസർ കിട്ടിയോ? ഏ 3x സ്ക്വയർ മൈനസ് അല്ലല്ലോ, അല്ല. ചെയ്തില്ലേ? എന്താ 15x സ്ക്വയർ മൈനസ് 14 ഈക്വൽ ടു കഴിഞ്ഞോ? ഹെൽപ്പ് വേണോ? ആർക്കും കിട്ടില്ല ആൻസർ? വൈ 5 ഇക്വേഷൻ പറഞ്ഞാ മതി. വൈ എങ്ങനെയാ 5 ആകുന്നത്? വൈ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ അല്ലേ വേണ്ടത് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ. ബിയുടെ വാല്യൂ അല്ല, അത് നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എക്കും ബിക്കും ആണ് കേട്ടോ കൊടുത്തത്. അല്ല, എക്സിനും വൈനും ആണ്. Find the equation for the ellipse that satisfies the given condition. Major axis on x-axis passes through the point 2, 1 and 3, 2. So ellipse ആണ്, major axis on x-axis ആണ്. Equation എന്തായിരിക്കും? x square by equation of ellipse equal x square by a square plus y square by b square is equal to 1. അല്ലേ? ഇനി എന്ത് ചെയ്യാം? Since passes through the point 2, 1. 2, 1 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. So we can substitute the x as 2 and y is equal to 1. അപ്പൊ എന്താ ഇങ്ങനെ ഇക്വേഷൻ മാറാം? 4 by a square plus 1 by b square equal 1. Put this as equation number 1. Ini, since ellipse passes through
3,2. 3,2 കൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് the equation will be 9 by a square plus 4 by b square equal 1. Put this as equation number 2. ഇനി എന്ത് ചെയ്യാം? ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യാനായിട്ട് ഇക്വേഷൻ നമ്പർ 1 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒന്നെങ്കിൽ ഇവിടെ എ സ്ക്വയർ പറഞ്ഞ ടേം സെയിം ആക്കണം, അല്ലെങ്കിൽ ബി സ്ക്വയർ ടേം സെയിം ആക്കിയാലേ നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 16 by a square plus 4 by b square equal 4. സെക്കൻഡ് ഇക്വേഷൻ എന്താ? 9 by a square plus 4 by b square equal 1. ഇക്വേഷൻസ് തമ്മിൽ മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ എല്ലാ സൈനും മാറും അല്ലെ? സോ 16 by a square minus 9 by a square എന്ന് പറഞ്ഞാൽ എന്താ? 16 minus 9 7 by a square equal 3 എന്ന് കിട്ടത്തില്ലേ? സോ a square equal 7 by 3. ഇനി നമുക്ക് എന്താ വേണ്ട? ബി സ്ക്വയർ കണ്ടുപിടിക്കാനുള്ളതുണ്ടെങ്കിൽ കണ്ടുപിടിച്ചോ. ചെയ്തു. ആൻസർ കിട്ടിയോ? ഇത് തന്നെയാണോ കിട്ടിയത്? എ സ്ക്വയർ എത്ര കിട്ടിയ? 7 by 3 തന്നെയല്ലേ കിട്ടിയേ? ഇനി ബി സ്ക്വയർ എന്താ കിട്ടിയ? ഏത് ഇക്വേഷനിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 by b square equal 4 minus 16 by a square, that is equal to 4a square minus 16 by a square. Therefore b square is equal to 4 by 4a square minus 16 into a square, that is equal to a square divided by a square minus 4, which is equal to 49 by 9 divided by 49 by 9 minus 4, that is equal to 49 by 9 divided by 49 minus 36 by 9, that is equal to 49 divided by b square 49 by 13 ആണോ കിട്ടിയേ? അല്ലേ? എന്താ കിട്ടിയ പിന്നെ? മൈനസ് ബി സ്ക്വയറോ? ബി സ്ക്വയർ നെഗറ്റീവ് വരില്ല. ഏതിലിട്ടാലും നമുക്ക് കറക്റ്റ് കിട്ടണ്ടേ? ഏതിലാ? ഇക്വേഷൻ നമ്പർ ഇതിലല്ലേ? ഓക്കെ. 1 by b square equal 1 minus 4 by a square. ഇതല്ലേ ഇക്വേഷൻ? ഇതല്ലേ? അല്ലേ? സോ 1 minus 4 by 49 7 square. സോറി a square എന്ന് പറയുന്നത് 7 by 3 ആണ്. ഓക്കെ 4 by 7 into 3, that is equal to 1 minus 12 by 7. നെഗറ്റീവ് വരുന്നുണ്ടല്ലേ? a square 7 by 3 തന്നെയാണോ കിട്ടിയേ?
ഒരു സെക്കൻഡ്. So 7 minus 12 എത്രയാ? -5/7 അല്ലേ? ഇത് പോസിബിൾ ആണോ? അപ്പൊ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു -7/5 എന്ന് കിട്ടും. ഇത് പോസിബിൾ ആണോ? ദിസ് ഇസ് നോട്ട് പോസിബിൾ ആൻഡ് സച്ച് ആൻ എലിപ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. സ്ക്വയർ എപ്പോഴെങ്കിലും നെഗറ്റീവ് വരും? സ്ക്വയർ നെഗറ്റീവ് വരത്തില്ലല്ലോ. Therefore b square cannot be negative. Therefore such an ellipse does not exist. നിങ്ങളുടെ ഫാസ്റ്റ് ട്രാക്കിൽ ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, തെറ്റാണ്. തുറക്കാറുണ്ടോ? നോട്ട് ചെയ്ത് വെച്ചോളൂ ട്ടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി എലിപ്സ്. Find the equation of the ellipse whose center is at origin. Whose center is at origin and passes through the points -3, -1, passes through the points -3, -1 and 2, -2 and 2, -2. ചെയ്തു. Find the equation of the ellipse whose center is at the origin. Major axis along the x-axis. Major axis along the x-axis. Major axis along the x-axis. Find the equation of the ellipse whose center is at origin. Center originalana. Passes to the major axis is at x-axis and passes to the points -3, 1 and 2, -2.
5 ice curries 32. എല്ലാവർക്കും കിട്ടിയോ? കഴിഞ്ഞോ? ഗായത്രി ചെയ്ത് കഴിഞ്ഞോ? ബോർഡിലൊന്നും ചെയ്തേ. എന്താ സോൾവ് ചെയ്തിട്ടാണോ? ഡയറക്റ്റ് ആയിട്ട് ആണ് എഴുതുന്നതാണോ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതും. അല്ല, സിൻസ് -3 is a point, അതൊന്നും അത് കുഴപ്പമില്ല. സോൾവ് ചെയ്യുന്നതിന് സ്റ്റെപ്പ് എഴുതണം കേട്ടോ.
ഇത് ആര് വരച്ചതാ? ഇപ്പൊ വരച്ചാണോ? അല്ല, ഇത് ആരേത്? കൊള്ളാട്ട. ഓക്കെ, എല്ലാവർക്കും കിട്ടിയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question. Find the equation of the hyperbola. Find just question പറയുവാണ് ഇവിടെ. Find the equation of the hyperbola whose conjugate axis is 6. Whose conjugate axis is 6 and distance between the foci is 12. Find the equation of the hyperbola whose conjugate axis is 6 and distance between the foci is 12. ചെയ്തു. Conjugate axis is 6. Conjugate axis ന്റെ ലെങ്ത് എന്താ? ഹൈപ്പർബോളയാണ്. ഹൈപ്പർബോള ഫസ്റ്റ് കേസ്. ഇക്വേഷൻ x square by a square plus y square by b square equal to 1. To be. To be. Cosine ആണ്. എത്രയാണ്? കിട്ടിയോ എല്ലാവർക്കും? അത് തരും, ഇതിനകത്തില്ലാഞ്ഞിട്ട് തരും. പക്ഷെ ഇവിടെ വേറൊന്നും തന്നിട്ടില്ലല്ലോ നമുക്ക്. ഫോഴ്സ് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ എ കണ്ടുപിടിക്കാം. എന്നിട്ട് അങ്ങനെ ചെയ്യാട്ടോ. എന്നിട്ട് ഗ്രേറ്റർ ചെയ്ത് അല്ല ഇതിനകത്ത് ചെയ്യാം. അല്ല, എലിപ്സില് എ ആയിരിക്കും, എ ഗ്രേറ്റർ ആയിരിക്കും. എ ഗ്രേറ്റർ ആയിരിക്കും. അല്ല, അങ്ങനെ ചെയ്യാട്ടോ. എന്ത് വ്യത്യാസം ചോദിക്കണം? ഇക്വേഷനുള്ള വ്യത്യാസം. അവിടെ പ്ലസ് അല്ലേ, ഇവിടെ മൈനസ് അല്ലേ ഹൈപ്പർബോളയില്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആണ് അവിടെ. പിന്നെ എന്താ സെക്കൻഡ് ഫോമിലേക്ക് മാറുമ്പോഴത്തേക്കും അവിടെ ചേഞ്ച് ചെയ്യുന്ന ഡിനോമിനേറ്റർ ആണ്, ഇവിടെ ചേഞ്ച് ചെയ്യുന്ന ന്യൂമറേറ്റർ ആണ്. വർത്താനം പറഞ്ഞു കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? ആരാ ബോർഡിൽ ചെയ്യണേ? വേദ. മേജർ ആക്സിസ് എ കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ ബിയും സിയും തന്നിട്ടുണ്ടല്ലോ. ബിയും സിയും ഉണ്ടെങ്കിൽ എ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അപ്പൊ അതിൽ ഏതാണ് വലുതെന്ന് നോക്കാൻ പറ്റില്ലേ?
ടെക്സ്റ്റ് ബുക്കാണ്. കിട്ടിയ ആൻസർ? ന്യൂമറേറ്റേഴ്സ് ആണ് പറഞ്ഞത്. അതുകൊണ്ട് എ സ്ക്വയറും ബി സ്ക്വയറും ഒരിക്കലും നെഗറ്റീവ് ആവില്ലല്ലോ. എന്താണ് പോസിറ്റീവ് ടേം വരുന്നതായിരിക്കും എ സ്ക്വയർ, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയുണ്ട് പോസിറ്റീവ്. നമുക്ക് എപ്പോഴും ഫോസൈ എപ്പോഴും ട്രാൻസ്വേഴ്സ് ആക്സിസിലായിരിക്കും വരിക അല്ലെ? ട്രാൻസ്വേഴ്സ് ആക്സിസിലാണ് നിർബന്ധമില്ല, ഇല്ല, മാറി വരുമല്ലോ. പോസിറ്റീവ് സൈനാ നോക്കണ്ടേ, പോസിറ്റീവ് സൈനാ നോക്കണ്ടേ. പോസിറ്റീവ് സൈൻ എവിടെയാണോ, അതായത് ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈ ഫോമാറ്റിലാണ്. അപ്പൊ എ സ്ക്വയർ പോസിറ്റീവ് അല്ലേ? ഇത് തിരിച്ചാണെങ്കിലോ? തിരിച്ചാണെങ്കിൽ വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ വരാമല്ലോ. സെക്കൻഡ് ഫോം എന്താ? അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതിനോട് കുഴപ്പമില്ല. പോസിറ്റീവ് സൈനാ നോക്കണ്ടേ. സി ആണ് ഇപ്പൊ രണ്ടാമത്തെ കേസില്. മറ്റേ കേസിൽ എ ആണ് ഏറ്റവും വലുത്. എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ അല്ലേ? ഈ കേസിൽ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ സി ആണ് വലുത്. അതല്ല, ഞാൻ ഈ ആക്സിസ് കിട്ടാണ്ട് ചെയ്യാനായിട്ട് വല്ല എന്തുണ്ടോ എന്നുള്ളതാണ്. അല്ല, അതാണ് ഞാൻ നോക്കണേ. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ ഓൾറെഡി നമുക്ക് തന്നിട്ടില്ല. ഞാൻ പറഞ്ഞതാണ് ഫസ്റ്റ് കേസ് എടുക്കാൻ. അതില്ലാണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ.
ഒരു സെക്കൻഡ്. നമുക്ക് ഇങ്ങനെയുള്ള കേസസിൽ തരണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർഡിനേറ്റ്സ് എങ്കിലും തരണം, എന്നാലേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഓക്കെ ആയില്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഏത് യാത്ര വേണമെന്നാ നിങ്ങൾ പറഞ്ഞേ? നമ്മൾ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. സ്ട്രെയിറ്റ് ലൈൻസോ ട്രിഗണോമെട്രി ആണോ? ലിമിറ്റ്സ് അല്ലേ പറഞ്ഞേ? ലിമിറ്റ്സ് ആണ് പറഞ്ഞത്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ലിമിറ്റ്സ് കേട്ടോ.